പത്തനംതിട്ട അടൂരിൽ 77-കാരിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓർക്കുക, ആ സംഭവം അത് പത്തനംതിട്ടയിൽ അടൂരിലാണ് നടന്നത്. 77-കാരിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം. ആ സംഭവത്തിലെ ദുരൂഹത എന്താണെന്ന് വെച്ചാൽ ആ മരണം കൊലപാതകമാണ് എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലമായിട്ടുള്ള ഒരു സ്വാഭാവിക മരണമല്ല, അത് കൊലപാതകമാണ് എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. കോട്ടമുകൾ സ്വദേശി രത്നമ്മയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെക്കാലമായി രത്നമ്മ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വീടിനോട് ചേർന്ന് ഒരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷെഡ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് സമീപവും വീടിനകത്തും രക്തക്കറ കണ്ടെത്തി എന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇത് ദുരൂഹമാക്കുന്നത്. കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിക്കുന്നതും ഈ രക്തക്കറയാണ്. രക്തക്കറ കണ്ടത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് മൃതദേഹത്തിൻ്റെ സമീപത്ത്, ഒപ്പം തന്നെ വീടിനകത്ത് ചിലയിടങ്ങളിലും രക്തക്കറകൾ കണ്ടെത്തിയിരിക്കുന്നു. ഓർക്കുക, രത്നമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യവും. സ്വാഭാവികമായിട്ട് അതൊരു മോഷണം ആണ്, മോഷണത്തിൻ്റെ പുറത്തുള്ള കൊലപാതകമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിലെ വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കി എന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. അപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ അത് സ്വയം കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കി, അതൊരു ആത്മഹത്യ എന്നുള്ള നിലയ്ക്ക് ഒരു നിഗമനത്തിലേക്ക് ആദ്യം പോയിരുന്നു. പിന്നീട് അത് പ്രാഥമിക നിഗമനം ആണ്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ പോവുകയാണ്.